നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളം, അതിലെ പദം പദം ഉറച്ചുനാം എന്ന യൂണിറ്റിലെ ദയ എന്ന പാഠമാണ്. ദയ എന്നൊരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്? ഇല്ല? അതിമനോഹരമായ ഒരു ചലച്ചിത്രമാണ് ദയ. കുട്ടികൾക്ക് വേണ്ടി MT വാസുദേവൻ നായർ തിരക്കഥ എഴുതി ഛായാഗ്രാഹകൻ വേണു സംവിധാനം ചെയ്ത് 1998 പുറത്തിറങ്ങിയതാണ് ദയ എന്ന ചലച്ചിത്രം. ഇതിൽ പ്രധാന കഥാപാത്രമായ ദയയെ അവതരിപ്പിച്ചിരിക്കുന്നത് ആരാണെന്നറിയാമോ? നമുക്കെല്ലാം പ്രിയങ്കരിയായ മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ ഈ സിനിമയിൽ അതിമനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ദയ എന്ന കഥാപാത്രമായിട്ട് സമീർ എന്ന ആൺവേഷം കെട്ടി അഭിനയിക്കുന്നതും അതീവ മനോഹരം തന്നെയാണ്. കഥാപാത്രങ്ങളോട് ഇഴുകിച്ചേർന്ന് അഭിനയിക്കാനുള്ള ആ അഭിനേത്രിയുടെ കഴിവ് നമുക്ക് ഈ സിനിമയിലും കാണാൻ സാധിക്കും. മലയാളത്തിന്റെ പ്രശസ്ത സാഹിത്യകാരനായ MT വാസുദേവൻ നായർ അറബിക്കഥയായ 1001 രാവുകളിലെ ഒരു കഥ ദയ എന്ന പെൺകുട്ടി എന്ന പേരിൽ തന്റെ നോവലായിട്ട് എഴുതുകയുണ്ടായി. ദയ എന്ന പെൺകുട്ടി എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ദയ എന്ന ചലച്ചിത്രം തിരക്കഥ എഴുതി പുറത്തു വന്നത്. ആരാണ് ദയ? ദയ ആരാണെന്ന് മനസ്സിലാക്കണ്ടേ? നമുക്കൊന്ന് നോക്കാം. ഒരു വലിയ വ്യാപാരി. ആ വ്യാപാരിയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു സുമറൂദ് എന്ന പേരുള്ള ദയ. എല്ലാവരും അവളെ ദയ എന്ന് വിളിച്ചു. ധനികനായ ആ വ്യാപാരിക്ക് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു മകനുണ്ടായത്, മൻസൂർ. അവനെ വളരെ ലാളിച്ചും ഓമനിച്ചും വളർത്തിയതുകൊണ്ടാകാം അവൻ അലസനും മടിയനുമായി തീർന്നു. വിദ്യാഭ്യാസത്തിനായിട്ട് എല്ലാ വിഷയങ്ങളിലും അധ്യാപകരെ നിയമിച്ചു എങ്കിലും അവനൊന്നും പഠിച്ചില്ല. നല്ല ഭക്ഷണം കഴിച്ച് അങ്ങനെ അവൻ ജീവിച്ചു. അധികനാൾ കഴിയുന്നതിന് മുമ്പ് വ്യാപാരി മരണമടയുന്നു. തുടർന്ന് വ്യാപാരവും സ്വത്തുവകകളും എല്ലാം മൻസൂറിന്റെ കയ്യിലാവുന്നു. കൂട്ടുകാരോടുകൂടി എല്ലാം ദൂർത്തടിച്ച് അവൻ പരമദരിദ്രനായി മാറുന്നു. എല്ലാം നഷ്ടപ്പെട്ട മൻസൂറിനെ വിട്ട് എല്ലാവരും പോകുമ്പോൾ ദയ മാത്രം പോകുന്നില്ല. ഒറ്റയ്ക്ക് ദുഃഖിച്ചിരിക്കുന്ന മൻസൂറിന്റെ സമീപത്തിൽ ചെന്നിട്ട് ദയ പറയുകയാണ്, എന്നെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കൂ, ആവശ്യത്തിനുള്ള പണം കിട്ടും. ആ പണം കൊണ്ട് നിങ്ങൾ പുതിയ വ്യാപാരം തുടങ്ങൂ, അങ്ങനെ ധനികനായി മാറൂ എന്ന്. മൻസൂർ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ദയയെ അടിമച്ചന്തയിൽ വിൽക്കാനായിട്ട് കൊണ്ടുപോകുന്നു. ആ അടിമച്ചന്തയിൽ അവളുടെ സൗന്ദര്യവും ബുദ്ധിസാമർഥ്യവും കണ്ടിട്ട് രാജഭടന്മാർ അവളെ രാജകൊട്ടാരത്തിലേക്ക് എത്തിക്കുന്നു. രാജാവ് അവിടെ വെച്ച് അവളെ പരീക്ഷിക്കുകയാണ്, അവളുടെ ബുദ്ധിവൈഭവം പരീക്ഷിക്കുകയാണ്. പല ചോദ്യങ്ങൾക്കും അവൾ കൃത്യമായ മറുപടിയാണ് കൊടുക്കുന്നത്. രാജകൊട്ടാരത്തിലെ പണ്ഡിതന്മാർ ചോദിച്ച ചോദ്യങ്ങൾക്കും അവൾ മറുപടി നൽകുന്നു. അവളുടെ ബുദ്ധിസാമർഥ്യം കണ്ട് സന്തോഷിച്ച രാജാവ് അവൾക്ക് ആവശ്യത്തിനുള്ള പണവും മറ്റ് സാമഗ്രികളും കൊടുത്ത് യാത്രയയക്കുന്നു. അങ്ങനെ മൻസൂറും ദയയും അവരുടെ വീട്ടിൽ താമസിക്കുന്ന കാലത്ത് ഒരു അടിമ വ്യാപാരി, അയാളും സുഹൃത്തും കൂടി അവിടെ എത്തുകയും ദയയെ അവിടെ നിന്നും കടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. ആ അടിമ വ്യാപാരിയുടെ വീട്ടിൽ നിന്നും അവൾക്ക് രക്ഷപ്പെടാൻ അവസരം കിട്ടുന്ന സാഹചര്യത്തിൽ ഒരു അർദ്ധരാത്രിയിൽ കുതിരപ്പുറത്ത് എത്താമെന്ന മൻസൂറിന്റെ വാക്കനുസരിച്ച് അവൾ കാത്തു നിൽക്കുമ്പോൾ മൻസൂറാകട്ടെ അറിയാതെ ഉറങ്ങിപ്പോവുകയാണ്. എന്നാൽ അതേസമയം ആ വീട്ടിൽ കൊള്ള ചെയ്യാനെത്തുന്ന ഒരു കൊള്ളക്കാരൻ, അത് മൻസൂറാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മുടെ ദയ
അയാളോടൊപ്പം കുതിരപ്പുറത്ത് യാത്ര പുറപ്പെടുന്നു. മൻസൂർ അല്ല എന്നും അതൊരു കൊള്ളക്കാരനാണെന്നും മനസ്സിലാക്കിയ ദയ രക്ഷപ്പെടാനാകാതെ ആ കൊള്ളക്കാരന്റെ താമസ സ്ഥലത്ത് അകപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ അവൾ അവസരം കിട്ടിയപ്പോൾ കൊള്ള ചെയ്യാനായിട്ട് അയാൾ വേഷം മാറുന്നതിന് വേണ്ടി പല സാമഗ്രികളും അവിടെ ഒരുക്കി വച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചിലതെല്ലാം ഉപയോഗിച്ച് ഒരു ആൺവേഷം ധരിച്ച് ആ കൊള്ളക്കാരന്റെ കുതിരപ്പുറത്ത് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. അങ്ങനെ അവൾ സമീർ എന്ന പേരിൽ ഒരു ചെറുപ്പക്കാരനായിട്ട് മറ്റൊരു നഗരത്തിൽ എത്തുകയാണ്. ആ നഗരത്തിൽ എത്തുമ്പോൾ മുതലുള്ള ഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇത് ഒരു തിരക്കഥാ രൂപത്തിലാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. എന്താണ് തിരക്കഥ? സിനിമയുടെ സാഹിത്യ രൂപമാണ് തിരക്കഥ. ഏതൊരു സിനിമയ്ക്കും നല്ലൊരു കഥ വേണം. നല്ലൊരു കഥയുണ്ടെങ്കിലേ സിനിമ വിജയിക്കൂ. ആ കഥയെ സിനിമയ്ക്ക് യോജ്യമായ രീതിയിൽ എഴുതുമ്പോൾ അത് തിരക്കഥയായിട്ട് മാറുന്നു. തിരക്കഥയിൽ സീനുകൾ ഉണ്ടായിരിക്കും, കഥാപാത്രങ്ങളുടെ സംഭാഷണം ഉണ്ടായിരിക്കും, രംഗ പശ്ചാത്തലം ഉണ്ടായിരിക്കും. ഇവയെല്ലാം ചേർത്ത് മനോഹരമായ രീതിയിൽ എഴുതുമ്പോൾ അത് തിരക്കഥയാകുന്നു. നല്ല ഒരു തിരക്കഥ നല്ലൊരു സിനിമയായിട്ട് പിന്നീട് മാറുകയും ചെയ്യുന്നു. MT വാസുദേവൻ നായർ ചലച്ചിത്രങ്ങൾക്ക് വേണ്ടി അനേകം തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഈ തിരക്കഥ, അതിലേക്കൊന്ന് നമുക്ക് കടക്കാം. നമ്മുടെ ദയ സമീർ എന്ന പേരിൽ ആൺവേഷം കെട്ടി കുതിരപ്പുറത്ത് ഇതാ എത്തിയിരിക്കുന്നു. മറ്റൊരു രാജ്യത്തിലാണ് എത്തിയിരിക്കുന്നത്. ആ രാജ്യത്തിന്റെ കൊട്ടാരത്തിലേക്കുള്ള പ്രവേശന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അവിടെ കുറെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അവർ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ദയ അത് ശ്രദ്ധിക്കുകയാണ്. ഒരാൾ പറയുന്നു, 7 ദിവസമായി ഇനിയും പറ്റിയ ഒരാൾ വന്നില്ലല്ലോ. 7 ദിവസമായി എന്താണെന്ന് നമുക്കറിയില്ല. ഇതുവരെ പറ്റിയ ഒരാൾ എത്തിയിട്ടില്ല. ദൂര സ്ഥലങ്ങളിലും കൊട്ടി അറിയിക്കേണ്ടതായിരുന്നു. നമ്മുടെ നാട്ടിൽ മാത്രമല്ല മറ്റു നാടുകളിലും കൊട്ടി അറിയിക്കണമായിരുന്നു. എന്താണ് ഈ കൊട്ടുക എന്ന് വെച്ചാൽ? പണ്ട് രാജഭരണ കാലത്തൊക്കെ വിവരങ്ങൾ അറിയിക്കുന്നത് പെരുമ്പറ കൊട്ടിയായിരുന്നു. ഇന്നത്തെ പോലെയുള്ള ആധുനിക സൗകര്യങ്ങളൊന്നും അന്നില്ലല്ലോ. പെരുമ്പറ, ഒരു ചെണ്ട പോലെയുള്ള ഒരു ഉപകരണം, അതിലിങ്ങനെ 2 വശത്തും നിന്ന് ഭൃത്യന്മാർ കൊട്ടും. ആ ശബ്ദം കേട്ടിട്ടാണ് ആളുകൾ ഓടി വന്നിട്ട് എന്താണെന്ന് അറിയുന്നത്. പാണ്ഡിത്യമുള്ളവർക്ക് ആയുധവിദ്യ ഉണ്ടാവില്ല, അഭ്യാസികൾക്ക് അറിവ് കുറവ്. രണ്ടും ചേർന്നവരെ കിട്ടാൻ വളരെ പ്രയാസം. അപ്പോൾ അവിടെ എന്തോ മത്സരം നടക്കുന്നുണ്ട് അല്ലേ? അതായത് പാണ്ഡിത്യം, അറിവുള്ളവർക്ക് ആയുധവിദ്യ ഉണ്ടാവില്ല. അവർക്ക് അറിവ് നല്ലവണ്ണമുണ്ട്, പക്ഷെ അവർക്ക് ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവില്ല. ഇനിയും അഭ്യാസികളാണെങ്കിലോ ആയുധവിദ്യയൊക്കെ അറിയാം, പക്ഷെ അവർക്ക് എന്തുണ്ടാവില്ല? അറിവുണ്ടാവില്ല. ഇത് രണ്ടും ചേർന്നവരെ കിട്ടാൻ വളരെ പ്രയാസം. പാണ്ഡിത്യവും ആയുധവിദ്യയും ചേർന്ന് ഉള്ളവരെ കിട്ടാൻ പ്രയാസം. അതുകൊണ്ടാണ് 7 ദിവസമായിട്ടും പറ്റിയ ഒരാളെ കിട്ടാതായിട്ട്. അവർ പറയുകയാണ്, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് മത്സരം കാണാം. അവരുടെ ആ സംസാരം നമ്മുടെ ദയ, സമീർ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു അവരോട്, എന്തു മത്സരം? അപ്പോഴാണ് ആ ആളുകൾ ദയയെ ശ്രദ്ധിക്കുന്നത്. അതിലൊന്നാമൻ പരിഹാസത്തോടുകൂടി ചോദിക്കുകയാണ്, നോക്കുന്നോ, നിയമപ്രകാരം ആർക്കും ഒരു കൈ നോക്കാം. പക്ഷേ ചള്ളു ചെറുക്കന്മാർ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. അയാൾ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? ഒരു കൈ നോക്കുന്നുണ്ടോ? പക്ഷേ നീ ഒരു ചെറിയ ചെറുക്കനല്ലേ, ഒരു ചള്ളു ചെറുക്കനല്ലേ. അങ്ങനെയുള്ളവരാരും ഇതുവരെ മത്സരത്തിൽ പങ്കെടുക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. എന്നാലും ദയ താല്പര്യത്തോടെ ശ്രദ്ധിക്കുകയാണ്. അത് കണ്ടിട്ട് വഴിപോക്കന്റെ ജിജ്ഞാസ ശമിപ്പിക്കാൻ ചോദിക്കുന്നു, അന്യനാട്ടിൽ നിന്നാവും അല്ലേ? ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം. നിങ്ങൾ ഈ നാട്ടിലുള്ള ആളല്ല അല്ലേ എന്ന് ഒരാൾ ചോദിക്കുന്നു. അവൾ അതെ എന്ന്
തലയാട്ടുന്നു. ശരിയാണ്, ഞാൻ ഈ നാട്ടിലുള്ള ആളല്ല, അന്യ ദേശത്തു നിന്നും വന്നതാണ്. ഇതാണ് മത്സരം. നോക്കൂ, മന്ത്രി മരിച്ചാൽ മന്ത്രികുമാരനെ വാഴിക്കുന്ന പതിവ് രാജാവ് നിർത്തി. അതിനു മുമ്പ് ചില കാരണങ്ങൾ ഉണ്ടായി എന്ന് വെച്ചോളൂ. അറിവും അഭ്യാസബലവും ഒത്തവരെ തിരഞ്ഞെടുത്ത് നിയമിക്കും. അപ്പൊ മത്സരം എന്താണെന്ന് മനസ്സിലായോ? രാജ്യത്തെ മന്ത്രി മരിച്ചിരിക്കുന്നു, പുതിയ മന്ത്രിയെ വേണം. സാധാരണ മന്ത്രി മരിച്ചാൽ മന്ത്രിയുടെ മകനെയാണ് മന്ത്രിയായിട്ട് നിയമിക്കുക. പക്ഷെ ഇത്തവണ ചില പ്രശ്നങ്ങൾ കാരണം രാജാവ് ആ നിയമം മാറ്റി. പുതിയ മന്ത്രിയെ തെരഞ്ഞെടുക്കാനായിട്ട് ഒരു മത്സരം നടത്തുകയാണ്. ആ മത്സരത്തിന് അറിവും വേണം, അഭ്യാസബലവും വേണം. രണ്ടും ഉള്ള ഒരാളെ വേണം. നേരത്തെ പരിഹസിച്ച ആൾ ചോദിക്കുന്നു, കളിയാക്കിക്കൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്, ഒന്ന് മത്സരിക്കുന്നുണ്ടോ, ഒന്ന് മത്സരിക്കണമെന്നുണ്ടോ എന്ന്. അങ്ങനെ ആ സീൻ തീരുകയാണ്. ഇനി രണ്ടാമത്തെ സീനിലേക്ക് നമ്മൾ വരികയാണ്. അതെവിടെയാണ്? രാജാവിൻ്റെ സഭാമണ്ഡപമാണ്. ആ മണ്ഡപത്തിൽ രാജാവും അനുചരന്മാരും എല്ലാം ഇരിപ്പുണ്ട്. രാജാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതൊന്ന് ശ്രദ്ധിക്കൂ. ലോകത്തെ മുഴുവൻ നർമ്മബോധത്തോടെ കാണുന്ന ആളാണെന്ന് മുഖഭാവത്തിൽ നിന്നും വ്യക്തമാകും. രാജാവിന്റെ മുഖം കാണിക്കുന്നു. ആ മുഖത്തിന്റെ പ്രത്യേകത ക്രൂരതയല്ല, മറിച്ച് ഒരു നർമ്മഭാവമാണ്. എല്ലാറ്റിനെയും ഒരു തമാശ രൂപത്തിൽ നർമ്മബോധത്തോടെ കാണുന്ന ആൾ. രാജാവിനോട് ഒരാൾ പറയുകയാണ്, നിയമം കുറച്ച് കഠിനമാണെന്നാണ് ജനസംസാരം. മന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന മത്സരത്തിനുള്ള നിയമം അത് കുറച്ച് കഠിനമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇത് കേട്ട് രാജാവ് പറയുന്നു, അങ്ങനെ വേണം. മന്ത്രിസ്ഥാനം കിട്ടാൻ ഇവിടെ തന്നെ എത്ര പേർ സേവയും ശുപാർശയുമായി നടക്കുന്നു. പരീക്ഷകൾ വച്ചില്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ സ്ഥിതി എന്താവും? ഉപജാപം, ഗൂഢാലോചന, ശുപാർശ. രാജാവ് മന്ത്രിയെ തിരഞ്ഞെടുക്കാൻ മത്സരം വെച്ചതിന് ഒരു കാരണമുണ്ട്. മന്ത്രി മരിച്ചാൽ മന്ത്രിയുടെ മകനാണ് സാധാരണ ആ അവസരം കിട്ടുക. പക്ഷേ ഇവിടെ മന്ത്രിയെ തിരഞ്ഞെടുക്കാൻ രാജാവ് മത്സരം വെച്ചിരിക്കുന്നു. അതിന് കാരണം ശുപാർശയും സേവയും കൊണ്ട് പലരും രാജാവിനെ സമീപിക്കുന്നുണ്ട്. എൻ്റെ മകനെയാക്കൂ, എൻ്റെ മകനെയാക്കൂ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയുള്ളവരെ ആക്കിയാൽ അവർക്ക് യഥാർത്ഥത്തിൽ ഭരിക്കാൻ ചിലപ്പോൾ കഴിവുണ്ടായിരിക്കുകയില്ല. അത് രാജ്യത്തിന് ദോഷം ചെയ്യും. അപ്പോൾ നല്ല കഴിവ്, അറിവും വേണം, അതുപോലെ നല്ല അഭ്യാസ ബലവും പരിചയവുമുള്ള ഒരാളെ തന്നെ വേണം. പരീക്ഷകൾ വെച്ചില്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ സ്ഥിതി എന്താവും? ഒരു കഴിവുമില്ലാത്തവരെ പിടിച്ച് അധികാരത്തിലിരുത്തിയാൽ അത് വലിയ ദോഷം തന്നെ ചെയ്യും. ഉപജാപം ദ്രോഹാലോചന, അതുപോലെ ഗൂഢാലോചന, ശുപാർശ, ഇതൊക്കെയാണ് ഈ കൊട്ടാരത്തിൽ. തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ, ഈ ഉപജാപത്തിൽ നിന്നും ഗൂഢാലോചനയിൽ നിന്നും ശുപാർശയിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ എന്തു വേണം? മത്സരം വേണം. മറ്റൊരാൾ പറയുന്നു, 6 പേർ ഇതിനകം വന്നു, ഇനി ആരും വരുന്ന മട്ടില്ല. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അവിടെ ആരെത്തുന്നു? യുവാവിന്റെ വേഷത്തിൽ നമ്മുടെ ദയ എത്തുകയാണ്. രാജാവ് അത് കാണുന്നു. അദ്ദേഹം പറയുന്നു, വരുന്നു, ഇതാ തേജസ്വിയായ ഒരു യുവാവ്, മുഖത്ത് നല്ല തേജസ്സാണ്, ഇതാ ഒരു യുവാവ് വരുന്നുണ്ട്. മത്സരിക്കാനുള്ള ദൃഢനിശ്ചയം ആ മുഖത്തുണ്ട്. ദൃഢനിശ്ചയം, ഉറച്ച തീരുമാനം. എന്തായാലും ആ തേജസ്വിയായ യുവാവ് ഈ മത്സരത്തിൽ പങ്കെടുക്കണം എന്ന ഉറച്ച തീരുമാനത്തോടെയാണ് വരുന്നത് എന്ന് രാജാവിന് മനസ്സിലായി. അദ്ദേഹം ലക്ഷണശാസ്ത്രം അനുസരിച്ച് ആ വരുന്ന സ്ഥാനാർത്ഥിയെ ഒന്ന് അപഗ്രഥിക്കുന്നു, ഒന്ന് പഠിക്കുന്നു, നോക്കുകയാണ് എങ്ങനെയുള്ള ആളാണെന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, പ്രായം കണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. ഉറച്ച കാൽവെപ്പിൽ സ്ഥൈര്യം, നോട്ടത്തിൽ പക്വത. പ്രായം തീരെ കുറവാണ്, അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. ആ വരുന്ന ആൾക്ക് അയാളുടെ ഉറച്ച കാൽവെപ്പാണ്. ആ കാൽവെപ്പിൽ സ്ഥിരതയുണ്ട്, സ്ഥൈര്യമുണ്ട്. പിന്നെ നോട്ടത്തിലാണെങ്കിൽ നല്ല പക്വതയുമുണ്ട്. ദയ രാജാവിനെ വണങ്ങുന്നു. അടിയനും ഒരു അപേക്ഷകനാണ്
അടിയനും മത്സരിക്കാൻ എത്തിയിരിക്കുന്നതാണ്. രാജാവ് ആ ശബ്ദം കേട്ടിട്ട് പറയുകയാണ്. മധുര സ്വരം, വളരെ പതുക്കെ പറയുന്നു. എന്നിട്ട് ഉറക്ക പറയുകയാണ്, അഭ്യാസ പരീക്ഷകൾ കുറെ അപകടമേറിയതാണ്, ആളുകൾ പറഞ്ഞില്ലേ? ദയ തല കുനിക്കുന്നു. രാജാവ്, സേനാപതിയെ വിളിക്കൂ. അങ്ങനെ മത്സരം തുടങ്ങാൻ പോവുകയാണ്. അടുത്ത സീനാണ്, അത് മത്സര രംഗമാണ്. ആദ്യത്തെ മത്സരം എന്താണെന്ന് നോക്കാം. രാജാവിന്റെ സഭാമണ്ഡപ പരിസരമാണ്. ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് വില്ലാളി വീരന്മാരുടെ ലക്ഷ്യമായി ഒരു പലക വച്ചിട്ടുണ്ട്. വൃത്തങ്ങൾക്കുള്ളിൽ വൃത്തങ്ങൾ പല വർണ്ണങ്ങളിൽ. മത്സര പരീക്ഷ ആ സഭാമണ്ഡപ പരിസരത്തിന്റെ ഒരു ഭാഗത്ത് ഒരു പലക, ആ പലകയിൽ പല വർണ്ണങ്ങളിൽ പല നിറങ്ങളിൽ ധാരാളം വൃത്തങ്ങൾ വരച്ചിട്ടുണ്ട്. ആ പലക അവിടെ എന്തോ ചെയ്യണം. നമുക്ക് എന്താണ് ആ മത്സരം എന്നൊന്ന് നോക്കാം. കാഹളം മുഴങ്ങുന്നു. മൈതാനത്തിലേക്ക് വന്ന ദയയ്ക്ക് സേനാപതി വില്ലും ആവനാഴിയും കൊടുക്കുന്നു. സേനാപതി ഒരു വില്ലും കൊടുത്തു, ആവനാഴി അമ്പുകൾ ഇട്ടുവെക്കുന്ന ഉപകരണം അതും കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്തു മത്സരമായിരിക്കും നടക്കുക? അമ്പെയ്ത്ത്. ആ പലകയിലെ വൃത്തങ്ങളുണ്ടല്ലോ, പല വൃത്തങ്ങളുണ്ട്. അതിന്റെ ഏറ്റവും നടുവിൽ കൃത്യമായ സ്ഥലത്ത് അമ്പെയ്ത് കൊള്ളിക്കണം. അതാണ് മത്സരം. ആളുകളെല്ലാം കാണാൻ വന്നിട്ടുണ്ട് മത്സരം. രാജാവും രാജ്ഞിയും 15കാരിയായ മകൾ രാജകുമാരിയും എല്ലാവരും വന്നു. അവർ അവരുടെ പീഠങ്ങളിലെല്ലാം ഇരിക്കുകയാണ്. രാജാവ് പറയുന്നു രാജ്ഞിയോട്, ചെറുപ്പമാണ്, സവാരി കഴിയുമ്പോൾ പിൻവാങ്ങാനാണ് സാധ്യത. രാജാവിന് ഒരല്പ ആത്മവിശ്വാസക്കുറവ്. വളരെ ചെറുപ്പക്കാരനാണല്ലോ. ഒരു പക്ഷേ ഈ മത്സരത്തിൽ ജയിക്കുമായിരിക്കാം. പക്ഷേ സവാരി, കുതിര സവാരി എന്നൊരു മത്സരമുണ്ട്, അതിൽ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. ഇതാ ദയ മത്സരത്തിൽ ഏർപ്പെടുകയാണ്. പുറത്ത് അമ്പ് വെച്ച് വില്ലിൽ ഒരസ്ത്രം തൊടുക്കുന്നു. എന്നിട്ട് അമ്പ് അയക്കുന്നു. ആ അമ്പ് എവിടെയാണ് ചെന്നുകൊണ്ടത്? ലക്ഷ്യത്തിന്റെ നടുവിൽ. അപ്പൊ ആദ്യം തന്നെ അമ്പ് ചെയ്ത ആ അമ്പ് കൃത്യസ്ഥാനത്ത് തന്നെ ആ വൃത്തത്തിന്റെ ഏറ്റവും ഉള്ളിലുള്ള വൃത്തത്തിന്റെ നടുവിൽ തന്നെ കൊണ്ടു. വീണ്ടും അമ്പ് വലിച്ച് തൊടുക്കുന്ന ദയയുടെ ദ്രുതചലനം. തുടരെ അമ്പെയ്യുകയാണ്. ദ്രുതം വേഗത്തിൽ അമ്പെയ്യുകയാണ്. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി 5 അസ്ത്രങ്ങൾ ലക്ഷ്യത്തിന്റെ നടുവിലെ വൃത്തത്തിൽ കൊള്ളുന്നു. ഒരെണ്ണം പോലും തെറ്റിയില്ല. 5 അസ്ത്രങ്ങളും ആ വൃത്തത്തിന്റെ ഏറ്റവും നടുവിൽ തന്നെ കൊണ്ടു. രാജാവിന് സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, മിടുക്കൻ, 5 അമ്പും കൃത്യസ്ഥാനത്ത് കൊള്ളിച്ചു. അങ്ങനെ ആ മത്സരം അവിടെ അവസാനിക്കുകയാണ്. ദയ അമ്പെയ്ത്തു മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നു. അടുത്ത മത്സരം എന്താണെന്ന് നോക്കാം. ഒരു ഉദ്ധതനായ പോരാളി മുമ്പോട്ട് വരികയാണ്. കണ്ടാൽ തന്നെ വലിയ പൊക്കവും വലിയ ശരീരവും എല്ലാമുള്ള ഉദ്ധതൻ, തന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന ഒരു അഹങ്കാര ഭാവം, അങ്ങനെയുള്ള ഒരു പോരാളി വരികയാണ്. ആ പോരാളിയോടാണ് ദയ മത്സരിക്കേണ്ടത്. ഇതാ അടുത്ത മത്സരം വാൾപ്പയറ്റു മത്സരമാണ്. പരിചാരകൻ ഒരു തട്ടിൽ 2 നീണ്ട വാളുകളുമായി എത്തുന്നു. സേനാധിപതി ദയയോട് പറഞ്ഞു, അവൾക്ക് ഇഷ്ടമുള്ള ഒരു വാളെടുക്കൂ എന്ന്. പക്ഷെ ദയ എതിരാളിക്ക് അവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ആദ്യം വാളെടുക്കട്ടെ എന്ന് അവൾ ആംഗ്യം കാണിക്കുന്നു. അങ്ങനെ വാൾപ്പയറ്റ് വിദഗ്ധൻ, നോക്കൂ, ആ വന്ന ആള്, ആ പോരാളി വാൾപ്പയറ്റിൽ വിദഗ്ധനാണ്. അത്രയും വിദഗ്ധനായ ഒരാളോടാണ് ദയ എതിരിടേണ്ടത്. അതിതീവ്രമായ മത്സരമായിരിക്കും അല്ലേ? ജയിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ ഒന്ന് തന്നെയാണ്. അങ്ങനെ വാൾപ്പയറ്റ് മത്സരം ഇതാ തുടങ്ങിയിരിക്കുന്നു. അവൾ വാൾപ്പയറ്റ് നടത്തുന്നു. പൊരിഞ്ഞ മത്സരം. രാജകുമാരിയുടെ ഉത്കണ്ഠ, കാഴ്ചക്കാരുടെ ഉത്കണ്ഠ. ചിലർ എഴുന്നേൽക്കുന്നു. സിനിമയാണല്ലോ.
നമ്മൾ സിനിമ കാണുമ്പോൾ അങ്ങനെയുള്ള രംഗങ്ങൾ വരാറുണ്ട് അല്ലെ? ഇവിടെ വാൾപ്പയറ്റ് മത്സരം നടക്കുന്നു. അപ്പോൾ കാണികളുടെ മുഖഭാവങ്ങൾ സീനുകളിൽ പ്രത്യക്ഷപ്പെടും. ഇങ്ങനെ ഉത്കണ്ഠയോടുകൂടി നിൽക്കുന്നത്, പേടിയോടുകൂടി നിൽക്കുന്നത്, അങ്ങനെയുള്ള സീനുകൾ. അപ്പോൾ അധിക സമയം നീട്ടിക്കൊണ്ടു പോകാതെ മിന്നൽ വേഗത്തിൽ ആക്രമിച്ച് ദയ എതിരാളിയുടെ വാൾ തെറുപ്പിക്കുന്നു. എത്ര വലിയ വിദഗ്ധനാണെങ്കിലും ദയ അയാളെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യുന്നു. അങ്ങനെ അവൾ വാൾപ്പയറ്റ് മത്സരത്തിലും ജയിക്കുന്നു. പിന്നെ അവൾ രാജകുടുംബത്തിന്റെ നേർക്കുനോക്കി തല കുനിച്ച് വന്ദിക്കുന്നു. അവളുടെ വിനയം അതാണ് ഇവിടെ കാണുന്നത്. രാജാവ് അവളെ അഭിനന്ദിച്ചുകൊണ്ട് കൈ ഉയർത്തുന്നു. അങ്ങനെ രണ്ടാമത്തെ മത്സരവും ഇതാ കഴിഞ്ഞിരിക്കുന്നു. ഇനി മൂന്നാമത്തെ മത്സരമാണ് വരുന്നത്. അതെന്താണ്? അതാണ് ഒരു കുതിരയുടെ പുറത്ത് സവാരി ചെയ്യുക എന്നത്. എന്നാൽ കുതിരയുടെ പുറത്ത് സവാരി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു മത്സരമാണോ? ആർക്കും സാധിക്കാവുന്നതല്ലേ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇവിടെ വരുന്ന കുതിര എങ്ങനെയുള്ളതാണ്? വിറളി പിടിച്ച ഒരു കുതിരയാണ്, മെരുങ്ങാത്ത ഒരു കുതിരയാണ്. തന്റെ പുറത്ത് ആരെയും കയറ്റുകയില്ല. അഥവാ കയറ്റിയാൽ എങ്ങനെയെങ്കിലും താഴെ വീഴിച്ച് കയ്യും കാലും ഒടിയുന്ന തരത്തിലാക്കുന്നവനാണ്. അങ്ങനെയുള്ള മെരുങ്ങാത്ത ഒരു കുതിരയുടെ പുറത്ത് കയറി സവാരി ചെയ്യണം. എങ്ങനെയുണ്ട് മത്സരം? അതിതീവ്രം അല്ലെ? ദയക്ക് സാധിക്കുമോ അത്? നോക്കാം നമുക്ക്. മെരുങ്ങാത്ത, വിറളി പിടിക്കുകയും ചവിട്ടുകയും ചെയ്യുന്ന ഒരു കുതിരയെ ഈ രണ്ടുപേർ രണ്ടു വശത്തും ഓരോ ആൾ മുന്നിലും പിന്നിലുമായി കയറിട്ട് പിടിച്ച് മൈതാനത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഒരു കുതിരയെ കൊണ്ടുവരാൻ എത്ര പേരാണ് അല്ലേ? ഈ രണ്ടു പേരാണ് രണ്ടു വശത്തും നിൽക്കുന്നത്. മുന്നിലും പിന്നിലുമായിട്ട് കയറൊക്കെ പിടിച്ച് വലിച്ചിട്ടാണ് ഇതിനെ മൈതാനത്തേക്ക് കൊണ്ടുവരുന്നത്. അത്ര ക്ഷുഭിതനാണ് അല്ലെങ്കിൽ ഉപദ്രവകാരിയാണ് ഈ കുതിര. ഈ കുതിരയുടെ പുറത്ത് കയറി സവാരി ചെയ്യണം. ദാ കുതിര ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അവൾ ചുരമാന്തുന്ന കുതിരയെ നോക്കുന്നു. മുൻകാലുകൾ ഇങ്ങനെ മണ്ണിലിട്ട് മാന്തിക്കൊണ്ട് ദേഷ്യത്തിൽ നിൽക്കുന്ന കുതിരയെ നോക്കുന്നു. കുതിര മുൻകാലിൽ ഉയർന്ന് ശബ്ദിക്കുന്നു, ദേഷ്യത്തോടെ ശബ്ദമുണ്ടാക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് സേനാധിപതി പറയുകയാണ്, വയ്യെങ്കിൽ ശ്രമിക്കരുത്. എൻ്റെ മകനും ഈ പ്രായക്കാരനാണ്, അതുകൊണ്ട് പറയുകയാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയാം ഈ കുതിരയുടെ പുറത്ത് കയറുക, സവാരി ചെയ്യുക അസാധ്യമാണെന്ന്. സേനാപതിക്കും അതറിയാം. പക്ഷെ ദയ പിൻവാങ്ങുന്നില്ല. അവൾ കുതിരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവൾ ചെല്ലുമ്പോൾ കുതിര ദേഷ്യത്തോടെ അവളെ ആക്രമിക്കാൻ ഒരുങ്ങി മുമ്പോട്ട് വരുന്നുണ്ട്. കുതിരയുടെ അടുത്ത് ചെന്ന ദയ എന്താണ് ചെയ്തത്? ഒരു മനഃശാസ്ത്രപരമായ സമീപനമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അവൾ കുതിരയോട് ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നു. തന്റെ സംസാരത്തിലൂടെ കുതിരയെ മെരുക്കിയെടുക്കാനാണ് ദയ ശ്രമിക്കുന്നത്. അവൾ പറയുന്നു, നോക്ക്, കഷ്ടകാലത്തിന് ഞാനിവിടെ വന്നുപെട്ടു. നിന്നെ കീഴടക്കാൻ എനിക്കാവില്ല. നീ എന്നെ സഹായിക്കാതെ പറ്റില്ല. വിനയത്തോടെ അവൾ പറയുകയാണ്, നീ എന്നെ സഹായിക്കണം. കുതിര കേട്ടിട്ടുണ്ടാകുമോ? ഇല്ല. കുതിര വീണ്ടും അവളെ ആക്രമിക്കാൻ വരികയാണ്. എങ്കിലും അവളുടെ ആ സംസാരം, സമാശ്വാസ സംസാരം കേട്ടിട്ടാവണം. അത് ദേഷ്യത്തോടെ അവളെ നോക്കുന്നുണ്ടെങ്കിലും അവളെ ഉപദ്രവിക്കുന്നില്ല. എന്തോ കുതിരയ്ക്കൊരല്പം ഇഷ്ടം നമ്മുടെ ദയയോട് തോന്നിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. അവൾ വീണ്ടും ചെന്നിട്ട് പറയുന്നു, എന്നെ നിനക്ക് വീഴ്ത്താം, ചവിട്ടിക്കൊല്ലാം. ഞാനൊരു പാവമാണ്. ഇങ്ങനെയൊരു വേഷം കെട്ടേണ്ടി വന്നു. കുതിരയുടെ അടുത്ത് ചെന്ന് പതുക്കെ പറയുന്നതാണിത്. എന്നിട്ട് പതുക്കെ അവൾ അതിൻ്റെ ശരീരത്തിൽ കൈവയ്ക്കുന്നു. എന്തോ അവളുടെ സംസാരം കേട്ടിട്ട് ആയിരിക്കാം കുതിര അവളെ ആക്രമിക്കുന്നില്ല. അവൾ പതുക്കെ കുതിരയുടെ പുറത്ത് കയറുന്നു. കുതിര വായുവിൽ കാലുയർത്തുകയും വീഴ്ത്താനും ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അവൾ വീഴാതെ ശ്രദ്ധിക്കുന്നു. എന്തായാലും കുതിരപ്പുറത്ത് അവൾ കയറിയല്ലോ.
കുതിര ചെറുതായിട്ട് അവളെ വീഴ്ത്താൻ ശ്രമിച്ചെങ്കിലും അവൾ ശ്രദ്ധയോടെ ഇരിക്കുന്നു. എന്നിട്ട് ആ കുതിരയോട് അവൾ പറയുകയാണ് വീണ്ടും, അരുത്, നീ തോൽക്കുന്നില്ല, എന്നോട് ദയ കാണിക്കുന്നു എന്നു മാത്രം. അരുത്, നീ ഒരിക്കലും തോൽക്കുകയില്ല. ഞാൻ നിന്റെ പുറത്ത് കയറി സവാരി ചെയ്തു എന്ന് വെച്ച് നീ തോൽക്കുന്നില്ല. നീ എന്നോട് കാണിക്കുന്ന ദയയാണ് അത്. ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ കുതിരയെ ഒരു പ്രാവശ്യം സവാരി ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഉത്കണ്ഠയോടെയാണ് ഇരുന്നത്. കാരണം അതിനു മുമ്പ് ഈ കുതിരപ്പുറത്ത് സവാരിക്കായി വന്ന മത്സരാർത്ഥികളെല്ലാം തന്നെ പരിക്കുകളോടെ അവരെ എടുത്തുകൊണ്ടു പോകേണ്ട അവസ്ഥയാണ് വന്നിരുന്നത്. ഇതാ അവൾ കുതിരപ്പുറത്ത് കയറി സവാരി ചെയ്തു. അങ്ങനെ ദയ കുതിര സവാരി മത്സരത്തിലും ആർക്കും ജയിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച ആ മത്സരത്തിലും ജയിച്ചിരിക്കുന്നു. ഇവിടെ നമ്മുടെ ദയയുടെ ബുദ്ധി സാമർഥ്യം ആണ് ആ മത്സരത്തിൽ അവളെ ജയിക്കാൻ സഹായിച്ചത്. അടുത്ത മത്സരത്തിലേക്ക് നമുക്കൊന്ന് പോയാലോ? അതെന്താണ്? മറ്റൊന്നുമല്ല, ചതുരംഗക്കളി മത്സരമാണ്. എന്താണ് ചതുരംഗം? ചെസ്. നമ്മളൊക്കെ കളിക്കാറുണ്ടല്ലോ ചെസ്. ചെസ് കളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിപരമായ കളിയാണ്. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ജയിക്കേണ്ട ഒരു കളി. നല്ലൊരു ബുദ്ധിമാന് മാത്രമേ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമതിക്ക് മാത്രമേ ഈ ചെസ് കളിയിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് സാധാരണ ഉണ്ടായിരുന്ന ഒരു കളിയായിരുന്നു ചതുരംഗം. ഇവിടെ മത്സരിക്കുന്നത് രാജാവിനോടാണ് ദയ. നോക്കാം, രാജാവാണെങ്കിൽ ഈ ചതുരംഗ കളിയിൽ അതിവിദഗ്ധനാണ്. ഇന്നുവരെ ആർക്കും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. മത്സരം തുടങ്ങി, പകുതിയോളം എത്തിയിരിക്കുന്നു മത്സരത്തിന്റെ. ദയ ആലോചിച്ചുകൊണ്ട് കരു വയ്ക്കുകയാണ്. നമ്മൾ നമ്മുടെ മനസ്സിൽ കാണുക, നടുവിലൊരു ചതുരംഗ പലക, രണ്ടു വശങ്ങളിലും രാജാവും ദയയും ഇരിക്കുന്നു. അവർ ഓരോ കരുക്കളെ, ചതുരംഗത്തിലെ കരുക്കൾ എന്തൊക്കെയാണ്? കുതിര, തേര്, രാജാവ്, മന്ത്രി, കാലാൾ, ഇങ്ങനെയുള്ള കരുക്കളാണല്ലോ ചതുരംഗത്തിലുള്ളത് അല്ലെങ്കിൽ ചെസ്സിലുള്ളത്. അപ്പൊ ഇങ്ങനെ ആലോചിച്ച് കരുക്കളെ നീക്കുകയാണ് ദയ. അങ്ങനെ നീക്കി. ആ കരു ദയ നീക്കിയപ്പോൾ ദയ ജയിക്കാൻ സാധ്യത വർദ്ധിച്ചിരിക്കുന്നു. അത് കണ്ടിട്ട് രാജാവ് അസ്വസ്ഥനാവുകയാണ്. ഇതാ താൻ തോൽക്കാൻ പോകുന്നു, തന്റെ എതിരാളി ജയിക്കാൻ പോകുന്നു. ഇത് മനസ്സിലാക്കിയ ദയ എന്തു ചെയ്തു? പെട്ടെന്ന് തന്നെ രാജാവിന്റെ അസ്വസ്ഥത കണ്ടിട്ട് പെട്ടെന്ന് താൻ നീക്കിവെച്ച കരു അവിടുന്ന് മാറ്റുകയാണ്. എന്നിട്ട് പറയുന്നു, എനിക്ക് തെറ്റിപ്പോയി, ഉദ്ദേശിച്ച നീക്കം അതല്ല എന്ന് പറഞ്ഞിട്ട് അവൾ വേറൊരു കരു നീക്കുകയാണ്. അതെന്തിനായിരിക്കാം? ദയയ്ക്ക് മനസ്സിലായി, താൻ ഈ കരു നീക്കുമ്പോൾ രാജാവ് തോൽക്കും, രാജാവ് തോൽക്കരുത്. അതുകൊണ്ടാണ് അവൾ പെട്ടെന്ന് കളി മാറ്റിക്കളിച്ചത്. അങ്ങനെ രാജാവിന് ആശ്വാസമായി. എന്തായാലും രാജാവ് തോൽക്കാൻ പോകുന്നില്ല. അദ്ദേഹം കരു നീക്കുന്നു. ദയയും ഒരു കരു നീക്കുന്നു. രാജാവ് ഒരിക്കൽ കൂടി ചതുരംഗപ്പലകയിൽ നോക്കി. ആരാണ് ജയിച്ചത്? ജയിച്ചതാരാണ്? സമാസമം. അതായത് ദയയും രാജാവും ഒരേപോലെ ജയിച്ചിരിക്കുന്നു. രണ്ടുപേരും തോറ്റിട്ടില്ല, തുല്യമായിരിക്കുന്നു. രാജാവ് പറയുന്നു, ആരും അടിയറവിലെത്തില്ല, സമാസമം. രണ്ടുപേരും തോറ്റിട്ടില്ല, ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുന്നു. അങ്ങനെ രാജാവ് അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ്. നമ്മുടെ ദയ എല്ലാ കളിയിലും, എല്ലാ മത്സരത്തിലും ഇതാ ജയിച്ചു. പക്ഷേ രാജാവ് ഇവിടെ പറയുന്നതൊന്ന് കേൾക്കൂ. വരുന്നവരോട് ചോദ്യങ്ങൾ ചോദിച്ച് എന്റെ തൊണ്ട അടച്ചു. അതായത് ഇതുവരെ നല്ലൊരു മന്ത്രിയെ കിട്ടിയില്ലേ, എന്താ കിട്ടാത്തത്, ഇങ്ങനെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് മറുപടി പറഞ്ഞ് എന്റെ തൊണ്ട അടച്ചു. ഇനി ചോദ്യോത്തരങ്ങളില്ല. ഈ കളിയായിരുന്നു ഏറ്റവും വലിയ പരീക്ഷ. എന്തായാലും ഇനിയൊരു ചോദ്യോത്തരമില്ല. ഇതായിരുന്നു ആ പരീക്ഷയിലും നമ്മുടെ ദയ ജയിച്ചിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം നടന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ നിയമം മാറ്റി നോക്കുന്നു, നീതിവ്യവസ്ഥ മാറ്റി നോക്കുന്നു,
ബോധവൽക്കരണത്തിന് ശ്രമിക്കുന്നു. പാർമനദീസ് പണ്ട് പറഞ്ഞതായിരിക്കാം ശരി. ഇങ്ങനെ ആരോടൊന്നില്ലാതെ സംസാരിച്ചു കൊണ്ടുപോവുകയാണ് രാജാവ്. അപ്പൊ രാജാവ് പറയുന്നു, പാർമനദീസ് പണ്ട് പറഞ്ഞതായിരിക്കാം ശരി. ആരാണ് ഈ പാർമനദീസ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതിനു മുൻപ്? ഇല്ല. അപ്പൊ രാജാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ദയ പെട്ടെന്ന് പറയുന്നു, അതെ. അതെ എന്ന ഉത്തരം കേട്ടപ്പോൾ രാജാവ് അവളെ കുടുക്കിൽ പെടുത്തിയ പോലെ പെട്ടെന്ന് ശോഭിച്ചിട്ട് പറയുകയാണ്, എന്തത്? രാജാവ് പറഞ്ഞതുകൊണ്ട് അതെ. പാർമനദീസ് ആരാണ്? എന്താണ് പറഞ്ഞത്? ഒന്നും അറിയാതെ അതെ അതെ. രാജാവ് പറഞ്ഞതിനെ ശരിവെക്കുകയാണല്ലോ സാധാരണ എല്ലാവരും ചെയ്യുന്നത്. രാജാവ് എന്തു പറയുന്നോ അത് ശരി, അതെ. അങ്ങനെയാണ് ദയ പറഞ്ഞത് എന്ന് വിചാരിച്ചിട്ടാണ് രാജാവ് ദേഷ്യപ്പെടുന്നത്. ഈ പാർമനദീസിനെ കുറിച്ച് ദയയ്ക്ക് ഒന്നും അറിയില്ല എന്ന മട്ടിൽ. പക്ഷെ ദയ പറയുന്നു, വെറുതെ പറഞ്ഞതല്ല, മാറ്റങ്ങളെല്ലാം മായയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മഹാനായ ഗ്രീക്ക് ചിന്തകനാണ് പാർമനദീസ്. അപ്പൊ ദയയ്ക്ക് ആ കാര്യവും അറിയാം. ആരാണ് പാർമനദീസ്? അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം എന്താ പറഞ്ഞത്? മാറ്റങ്ങളെല്ലാം മായയാണെന്ന് പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം ഒരു മഹാനായ ഗ്രീക്ക് ചിന്തകൻ കൂടിയാണെന്ന് ദയ പറയുന്നു. അതോടെ രാജാവിന് മനസ്സിലായി ദയ വലിയ അറിവുള്ളവനാണ് എന്ന്. അദ്ദേഹം അത്ഭുതത്തോടെ മന്ദഹസിച്ചിട്ട് ചോദിക്കുന്നു, പേരെന്താണ്? പെട്ടെന്ന് നമ്മൾ വേഷം മാറി പേര് മാറി നടന്നാലും ആരെങ്കിലും പേര് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? നമ്മുടെ സ്വന്തം പേരായിരിക്കും അല്ലെ? പെട്ടെന്ന് നാവിൽ അതായിരിക്കും വരിക. ഇവിടെ ദയ അറിയാതെ പെട്ടെന്ന് ദയ എന്ന് പറയുന്നു. പറഞ്ഞപ്പോൾ തന്നെ അവൾക്ക് തെറ്റു മനസ്സിലായി. പെട്ടെന്ന് അവൾ തിരുത്തിയിട്ട് സമീർ എന്ന് പറയുന്നു. രാജാവ് പറയുന്നു, സ്വരം താഴ്ത്തി പറയുകയാണ്, എന്നെ തോൽപ്പിക്കാൻ അവസരമുണ്ടായിട്ടും കളി മാറ്റിയത് എന്തിനായിരുന്നു? രാജാവിനറിയാം ദയ അറിഞ്ഞുകൊണ്ട് കരുക്കളെ മാറ്റിയതാണ്. വേണമെങ്കിൽ ദയയ്ക്ക് എളുപ്പത്തിൽ ജയിക്കാമായിരുന്നു, രാജാവിനെ തോൽപ്പിക്കാമായിരുന്നു. പക്ഷെ അവൾ അത് ചെയ്യുന്നില്ല. അതെന്തിനാണ് എന്ന് ചോദിക്കുന്നു. ദയ താണസ്വരത്തിൽ പറയുകയാണ്, ഒരു യുദ്ധത്തിലെ തോൽവി അങ്ങു മറക്കും, കളിയിലെ തോൽവി കയ്പായി മനസ്സിൽ നിൽക്കും എന്നെനിക്ക് ബോധ്യമായതുകൊണ്ട്. രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അനിവാര്യമാണ്. ശത്രുക്കളോട് അവർ നിരന്തരം യുദ്ധം ചെയ്യും. ചില യുദ്ധങ്ങളിൽ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. പക്ഷേ അതവർക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുകയില്ല. അവർ വീണ്ടും അടുത്ത യുദ്ധത്തിൽ ഒരു പക്ഷേ തോൽപ്പിച്ച് ജയം നേടാം. പക്ഷേ ഇവിടെ പറയുന്നു, യുദ്ധത്തിലെ തോൽവി ഒരു പക്ഷേ അങ്ങ് മറക്കും. പക്ഷേ കളിയിലെ തോൽവി അങ്ങയുടെ മനസ്സിൽ എന്നെന്നും എന്തായിട്ട് നിൽക്കും? കയ്പായിട്ട് നിൽക്കും. മധുരമായിട്ടല്ല, കയ്പായിട്ട് നിൽക്കും. അതെനിക്കറിയാം, ബോധ്യമുണ്ട്. അതുകൊണ്ട് ആണ് ഞാൻ അങ്ങനെ ചെയ്തത്. രാജാവ് പറയുന്നു, ഇന്നുവരെ ആരും എന്നെ തോൽപ്പിച്ചിട്ടില്ല, നമുക്കിനിയും കളിക്കണം. ശരി എന്ന ഭാവത്തിൽ തല കുലുക്കുകയാണ് ദയ. അപ്പോഴേക്കും രാജാവ് കൈ കാണിച്ച് പരിജനങ്ങളെയെല്ലാം അടുത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് ഉറക്കെ പറയുന്നു, നാട് മുഴുവൻ വിളംബരം നടത്തട്ടെ. ഈ യുവാവിനെ ഞാനിതാ രാജ്യത്തെ മന്ത്രിയായി അവരോധിക്കുന്നു. രാജാവിന് ദയയെ വളരെ ഇഷ്ടമായി. മത്സരങ്ങളിലെല്ലാം അവൾ വിജയിച്ചു. അതിബുദ്ധിമാനായ, സമർത്ഥനായ, അതുപോലെ അഭ്യാസിയായ ഈ യുവാവിനെ ഞാനിതാ മന്ത്രിയായി നിയമിക്കുന്നു. എല്ലാവർക്കും സന്തോഷമായി, ദയയ്ക്ക് ആശ്വാസമായി. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള ഈ തിരക്കഥാ ഭാഗത്തുള്ളത്. ഇനിയും എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ മന്ത്രിയായ സമീർ അല്ലെങ്കിൽ ദയ അവളുടെ ബുദ്ധിവൈഭവം കൊണ്ട് രാജ്യത്തെ മുമ്പോട്ട് നയിക്കുകയാണ്. പല കൊള്ളക്കാരെയും അടിമ വ്യാപാരികളെയും എല്ലാം അവളുടെ ബുദ്ധിസാമർഥ്യം കൊണ്ട് തുറുങ്കിലടയ്ക്കുന്നുണ്ട്, ശിക്ഷകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവളുടെ മനസ്സിൽ മൻസൂർ എവിടെ എന്ന ചിന്തയാണ്. ഒടുവിൽ അവൾ മൻസൂറിനെ കണ്ടെത്തുന്നു. മൻസൂർ അവളുടെ താമസ സ്ഥലത്ത് എത്തുകയാണ്. അവർ അങ്ങനെ സന്തോഷത്തോടെ അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് രാജാവ് അവിടെ എത്തുകയും ദയയെ സംബന്ധിച്ചുള്ള സത്യാവസ്ഥകളെല്ലാം മനസ്സിലാക്കുകയും ചെയ്യുന്നു. ദയ സമീർ അല്ല എന്നും ദയ എന്ന പെൺകുട്ടിയാണെന്നും അറിഞ്ഞ രാജാവ് കോപിക്കുകയാണ് ചെയ്യുന്നത്. അവൾക്ക് വേഷപ്രച്ഛന്നയായി വന്ന ആ തെറ്റിന് അതൊരു കുറ്റമായിട്ട് ആരോപിച്ച് ശിക്ഷ കൊടുക്കാനായിട്ട് സഭാമണ്ഡപ പരിസരത്ത് രാജാവും ജനങ്ങളും
പണ്ഡിതന്മാരുമെല്ലാം കൂടിയിരിക്കുകയാണ്. ദയയ്ക്ക് എന്ത് ശിക്ഷ കൊടുക്കണം എന്ന് രാജാവ് ചോദിക്കുമ്പോൾ ജനങ്ങളടക്കം എല്ലാവരും പറയുന്നത് ദയയെ ശിക്ഷിക്കുകയല്ല വേണ്ടത്, വീണ്ടും ദയയെ മന്ത്രിയായിട്ട് അവരോധിക്കണം എന്നാണ്. ആണായാലും പെണ്ണായാലും ബുദ്ധിവൈഭവം കൊണ്ട് സമർത്ഥയാണ് ദയ. മന്ത്രിയായിരിക്കുന്ന സമയത്ത് രാജ്യത്തെ നല്ലവണ്ണം നിയമവ്യവസ്ഥകൾ കൊണ്ട് പരിപാലിച്ചിരുന്നു. അതുകൊണ്ട് ദയയ്ക്ക് ശിക്ഷ കൊടുക്കണ്ട, മറിച്ച് മന്ത്രിയാക്കണം എന്ന എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് രാജാവ് അവളെ വീണ്ടും മന്ത്രിയായിട്ട് നിയമിക്കുന്നു. കഴിഞ്ഞില്ല, രാജാവിന്റെ നേതൃത്വത്തിൽ മൻസൂറിന്റെയും ദയയുടെയും വിവാഹം നടത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ വളരെ മംഗളകരമായ അവസ്ഥയിൽ പര്യവസാനിക്കുന്ന ഒരു ചലച്ചിത്രം തന്നെയാണ് ദയ. അതിമനോഹരമായ ഒരു ചലച്ചിത്രം. അപ്പോൾ ഇത് കാണാൻ അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ഒന്ന് കാണുക. ഇത് നമ്മുടെ പാഠം പഠിക്കുന്നതിന് കുറച്ചുകൂടി നമ്മളെ സഹായിക്കും. അപ്പം എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും